അപ്പോൾ ഈ സർക്കാർ തിയേറ്ററുകളിൽ വരെ സിനിമ കാണിക്കുന്ന തിയേറ്ററുകളിൽ വരെ വേൾഡ് കപ്പ് ലൈവ് സ്ട്രീമിംഗ് ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ ഇന്ത്യയിൽ സ്ട്രീമിംഗ് ഉണ്ടാകുമോ, കാണാൻ പറ്റുമോ എന്നൊക്കെ ആശങ്കപ്പെട്ടിടത്തു നിന്നാണ് അല്ലേ. വലിയ ആശങ്കയായിരുന്നു ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ ഇപ്പോൾ ചർച്ചാ വിഷയം മറ്റൊന്നാണ്, ഗോൾഡൻ ബോൾ ആർക്കാകും, ഗോൾഡൻ ബൂട്ടിന് അവകാശി ആരാകും. നമ്മൾ ആദ്യം മുതലേ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, മെസ്സിക്കൊപ്പം മെസ്സിക്ക് പിന്നാലെ എംബാപ്പെ ഉണ്ട്. അതെ, ഇപ്പോൾ ശരിക്ക് ഈ രണ്ട് കാര്യത്തിലായാലും ഗോൾഡൻ ബൂട്ടിന്റെ കാര്യമായാലും ഇനി ഗോൾഡൻ ബോളിന്റെ കാര്യമായാലും രണ്ട് കാര്യത്തിലും ഈ രണ്ട് താരങ്ങൾ മാത്രമാണ് മുൻനിരയിൽ ഉള്ളത്. നമുക്ക് ഈ രണ്ട് താരങ്ങളെ മാത്രം പറഞ്ഞാൽ ഇനി ബെല്ലിംഗാമിനെ കുറിച്ച് പറയണ്ട, കെയ്നെ കുറിച്ച് പറയണ്ട, ഹാലൻഡിനെ കുറിച്ച് പറയണ്ട, ഇനി ഡംബലയെ കുറിച്ച് പറയണ്ട. പക്ഷെ അതൊരു രസമായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഇത് AR കാണിക്കുമ്പോഴേ ഇങ്ങനെ നിരന്ന് ഒരു എല്ലാം, അതെ, കരുത്തന്മാർ ഇങ്ങനെ സ്റ്റാർസ് അതൊരു ഭംഗിയായിരുന്നു. രണ്ട് ടീമുകളിലേക്ക് ലോകകപ്പ് ചുരുങ്ങി, രണ്ട് പേരിലേക്ക് ഗോൾഡൻ ബോളിന്റെയും ഗോൾഡൻ ബൂട്ടിന്റെയും. അപ്പോൾ കിലിയൻ എംബാപ്പെ ആൻഡ് ലയണൽ മെസ്സി, ഈ രണ്ട് താരങ്ങളുടെ ഇതുവരെയുള്ള പ്രകടനം ആരാണ് മുന്നിൽ ഉള്ളത് എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ കിലിയൻ എംബാപ്പെ ഇന്നലെ നേടിയ 2 ഗോളുകളുടെ കൂടി ഫലത്തിൽ 10 ഗോളുകളുമായി ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. മാത്രമല്ല ഒരു അസിസ്റ്റും ഉണ്ട്. അങ്ങനെ 4 അസിസ്റ്റുകളും കിലിയൻ എംബാപ്പെ സ്വന്തം പേരിലാക്കിയിട്ടുണ്ട്. മറുവശത്ത് ലയണൽ മെസ്സി ഇന്ന് അവസാന പോരാട്ടത്തിന് കലാശപ്പോരിന് ഇറങ്ങാൻ പോകുന്നു. ഇതിനോടകം 8 ഗോളും 4 അസിസ്റ്റുമാണ് ഉള്ളത്. അപ്പോൾ ഗോൾഡൻ ബോൾ ഒരുപക്ഷെ ലയണൽ മെസ്സിയിലേക്ക് തന്നെ എത്താനുള്ള സാധ്യത തന്നെയാണ്. കാരണം ഫൈനലിലെത്തിയ ഒരു ടീമാണ്. അദ്ദേഹത്തെ അർജന്റീനയെ ചുമലിലേറ്റിയത് ലയണൽ മെസ്സിയാണ്. 39 വയസ്സായപ്പോഴും ചുമലിലേറ്റുന്നു എന്നുള്ളതാണ്. ഇനി ഗോൾഡൻ ബൂട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ അത് മെസ്സിക്ക് കിട്ടണമെങ്കിൽ ഇനിയുള്ള സാധ്യത എന്ന് പറയുന്നത് ഒന്നുകിൽ ഹാട്രിക് അടിക്കുക, അല്ലെങ്കിൽ 2 ഗോളും ഒരു അസിസ്റ്റും നേടുക എന്നുള്ളതാണ്. ഈ 2 സാധ്യതകളാണ് ഉള്ളത്. അപ്പോൾ ഈ 2 പേരിലേക്ക് ഈ മത്സരം എത്തും. പക്ഷേ അതിൽ ആരായിരിക്കും ഇനി ഗോൾഡൻ ബൂട്ടിന്റെ ജേതാവ് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സ്പെയിന് ചാമ്പ്യൻസ് ആവുകയാണെങ്കിൽ അവിടെ റോഡ്രിക്കോ, കുബാർസിക്കോ വരെ ഗോൾഡൻ ബോളിനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. കാരണം ഡിഫൻസീവ് മിഡ്ഫീൽഡറായി അദ്ദേഹത്തിന് ബാലൻഡിയോർ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യതകളൊക്കെ മാറുന്നുണ്ട്. ആദ്യം പൊതുവെ സ്ട്രൈക്കേഴ്സിന് മാത്രം കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതിനുപരിയായിട്ട് ഇന്നത്തെ ലൂസേഴ്സ് ഫൈനൽ വേറൊരു അർത്ഥത്തിൽ ചർച്ചയാവുന്നുണ്ട്. കാരണം സെമി ഫൈനൽ തോറ്റുപോയ 2 ടീമുകൾക്ക് വേണ്ടി ഒരു സമ്മർദ്ദരഹിതമായ മത്സരം ഒരുക്കുമ്പോൾ അവിടെയാണ് എംബാപ്പെ 2 ഗോൾ അടിച്ചത്. അതായത് സമ്മർദ്ദമില്ലാത്തൊരു മത്സരത്തിൽ ഗോൾ അടിക്കുന്നു എന്നുള്ളത്, ആ ഗോള് എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷേ അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തി. ഈ ഗോൾഡൻ ബൂട്ടിലെ ശരിക്കും ഒരു ഫോട്ടോ ഫിനിഷാണ് നടന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി മെസ്സി അടിക്കുകയാണെങ്കിൽ പോലും അവിടെയും ഒരു ഫോട്ടോ ഫിനിഷ്. ഇതുവരെ മെസ്സിക്ക് പിന്നിലായിരുന്നു എംബാപ്പെ. അവിടെയാണ് അവസാന മത്സരത്തിൽ ഒരു ഡബിൾ അടിച്ചിട്ട് എംബാപ്പെ മെസ്സിയെ മറികടക്കുന്നത്. ഇനിയൊരു പക്ഷേ മെസ്സി ഇന്ന് മറികടക്കുകയാണെങ്കിലും അതൊരു ഫോട്ടോ ഫിനിഷൻ. ലാസ്റ്റ് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം കണ്ട ഒരു പക്ഷേ നമ്മൾ അടുത്തൊരു ലോകകപ്പിലും ഇത്രയും ഗോൾഡൻ ബൂട്ട് പോരിന് ഇത്രയധികം മത്സരം കണ്ട ഒരു ലോകകപ്പും കണ്ടിട്ടില്ല എന്നുള്ളത്. അതാണ് മെസ്സിയുടെ ലാസ്റ്റ് ഡാൻസ് ആകുമോ ലോകകപ്പിൽ എന്നൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ എംബാപ്പയുടെ പുതുയുഗ പിറവി കൂടി ആവട്ടെ അല്ലേ. അടുത്ത ആണെങ്കിൽ ഒരു 2 വേൾഡ് കപ്പ് കൂടി എംബാപ്പെ കളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ടാലി 50ലേക്ക് എത്തിയാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടത്. അതാണ്. അപ്പോൾ എംബാപ്പെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആവേശം ചോർന്നിട്ടില്ല. നമുക്ക് കുറച്ചുകൂടി കണക്കുകൾ, പ്രഡിക്ഷൻ എന്താണ് ഫുട്ബോൾ വിചക്ഷണർ പറയുന്നത് അതൊക്കെ പരിശോധിക്കണം.